ഹായ്, ഇത് ക്യാൻറ്റീൻ ലോഞ്ച് ഫുഡ് അടിക്കാൻ വേണ്ടി വന്നു. ഒരു നാടൻ ഫുഡ് അയക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ മലാസിലുള്ള ക്യാൻറ്റീനിലാണ് വന്നത്. ആകെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ എത്തി. സ്റ്റാർട്ടിങ് വിത്ത് വെൽക്കം ഡ്രിങ്ക്. പൈനാപ്പിൾ ജ്യൂസ്. അങ്ങനെ ജ്യൂസ് മാത്രം കഴിച്ചിരുന്നാൽ ശരിയാവുമല്ലോ. അങ്ങനെ ഓർഡർ ചെയ്ത സാധനം എത്തി. നല്ല നാടൻ ചൊറുക്കറികളും. വാവ്! അങ്ങനെ ഓരോന്നായി പെറുക്കി സൈഡിൽ വെച്ചു. 1 2 3 4 5 6 7 8 9 10. ചെറിയൊരു വട്ടം കേട്ടോ. എന്നാൽ അടുത്ത് ചോറങ്ങ് കുടഞ്ഞിട്ടേക്കാം. അങ്ങനെ ചോറെല്ലാം അങ്ങോട്ട് എടുത്ത് കുടഞ്ഞിട്ട് ഗൈസ്. നല്ല നാടൻ കുത്തിരി ചോറായിരുന്നു കേട്ടോ. കറികളുടെ പേരൊന്നും എനിക്കറിയില്ല. എന്തോ കുടഞ്ഞിട്ടാ പോരല്ലോ, വയറ്റിലേക്ക് എന്തെങ്കിലും ചെല്ലണ്ടേ. അങ്ങനെ കുറച്ച് ചാറൊക്കെ ഒഴിച്ചൊന്ന് ഇളക്കി. എന്നിട്ടുണ്ടല്ലോ ഒരിച്ചിരി ബീഫ് അങ്ങ് എടുത്ത് കേട്ടോ. ഇച്ചിരി ബീഫും പിന്നെ ഇത്തിരി ഏതാണ്ട് ഒരു പച്ചക്കറി, എനിക്കറിയില്ല എൻ്റെ പേര്, അതും കൂടി അങ്ങ് എടുത്തിട്ട് ഇളക്കി. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് വയലിട്ട് വെച്ചു. വാ, പൊളി. നല്ല ചിക്കൻ, ഇതെന്താണെന്നല്ലേ, ഇത് മോരുകറി മിസ്സിങ് ആയിരുന്നു. മോരുകറി ഈ കൂടുതലില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ചോദിച്ചു മേടിച്ചു. ഞങ്ങൾക്ക് അവർ കൊണ്ട് തന്നു. എന്നിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഇളക്കി. എന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ കൂടുതൽ ഇച്ചിരി പപ്പടം കൂടെ പൊടിക്കും. എന്നിട്ട് ഇളക്കിയിട്ട് വായിലേക്ക് നോക്കണം. വാ, വേറെ ലെവലാട്ടോ ഇത്. അപ്പം ഞങ്ങൾക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു കേട്ടോ. ചോറും കറികളൊക്കെ അടിപൊളിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു സാധനം വരാനുണ്ട്. എന്താണെന്നല്ലേ, നമ്മുടെ സേമിയ പായസം. നല്ല അടിപൊളി സേമിയ പായസം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. എന്റെ സേമിയനെക്കാട്ടും കൊള്ളാം. കൊള്ളാം മമ്മി. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു വെപ്രാളം ഗൈസ്. എന്താണെന്നല്ലേ കാണിച്ചു തരാവേ. ഇരിക്കുന്നു ബില്ല്. ഇത് കണ്ടിട്ടാണ് പുള്ളിക്കാരിക്ക് വെപ്രാളം. അതുകൊണ്ടോ വെള്ളം കുടിക്കുന്നു, ഒന്നും പറയണ്ട. ബില്ലൊന്നും അധികമായില്ല കേട്ടോ. ജസ്റ്റ് ഫോർ ജോക്കിങ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.